മുജാഹിദുകളും ജമാഅത്തുകളും ഒരു അമുസ്ലിമും ഇലക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ മുസ്ലിമിന് വോട്ട് ചെയ്യും എന്നൊന്നും പരസ്യമായിട്ട് പറയേണ്ട ഒരു ആവശ്യത്തില്ലല്ലോ. അതെന്താ വെച്ചാൽ ഞങ്ങൾ അൾട്രാ സെക്യുലർ ആണെന്ന് ചെയ്യാൻ. ഇതുപോലെ തന്നെ ഇപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള വാദങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഖലീൽ ബുഖാരി തങ്ങൾ മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കണം. രണ്ട് കൂട്ടർ അവർ ആഭ്യന്തര പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ മുജാഹിദുകളെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾ ആരാണ്, ഞങ്ങൾ ആദർശവാദികൾ ആരാണ് എന്ന്. അപ്പോൾ അതിനൊരു വിപ്പിംഗ് ബോയ് വേണം. അവർക്കിടയിലുള്ള വിഷയങ്ങളിൽ രക്ഷപ്പെടാൻ ഒരു വിപ്പിംഗ് ബോയ് വേണം. ആ വിപ്പിംഗ് ബോയ് ആയിട്ട് ആരും ഉപയോഗിക്കുന്നു? മുജാഹിദുകൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതാനും ആഴ്ചകളായി കേരളത്തിലെ പ്രബല മുസ്ലിം സംഘടനകളായ EK സമസ്ത വിഭാഗവും അതുപോലെ തന്നെ AP സമസ്ത വിഭാഗവും ഒക്കെ അവരുടെ 100ാം വാർഷികവും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കേരള യാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി EK സമസ്തയും അതുപോലെ തന്നെ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് AP സമസ്തയും ഒക്കെ കേരള യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ ഇന്നത്തെ സ്പോട്ട് ലൈറ്റിൽ ഒന്നാമതായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യം, അഷ്റഫ് ഖാ, ഇങ്ങനെയുള്ള ഈ ഒരു കേരള യാത്രകൾ കേരളത്തിന് ഗുണമാണോ ദോഷമാണോ, ആണെങ്കിൽ എന്ത് ഗുണമാണ് നൽകുന്നതെന്നുള്ളത്? അല്ല, കേരള യാത്രകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കേരളം ഉണ്ടായത് മുതൽ എന്തുണ്ട്, കേരള യാത്രകളുണ്ട്. അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. അതിൽ ഗുണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഭരിക്കണ സർക്കാരാണെങ്കിൽ ജനസമ്പർക്കം അവർക്ക് പ്രധാനമാണ്, പ്രതിപക്ഷമാണെങ്കിലും അവർക്ക് ജനസമ്പർക്കം പ്രധാനമാണ്. അതിനാ യാത്ര എന്ത് ചെയ്യും, ഉപകരിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും തിന്മകളുണ്ടെങ്കിൽ, സാമൂഹ്യ തിന്മകളുണ്ടെങ്കിൽ അതിനെ ബോധവൽക്കരിക്കാൻ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കുക, ഒരു രാഷ്ട്രീയപരമായൊരു ഉണർവ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ ഒരു സാമൂഹികമായ ഐക്യം, അങ്ങനത്തെ പോസിറ്റീവായ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, നടന്നിട്ടുമുണ്ട്. എന്നാലും അതിൻ്റെ ദോഷങ്ങൾ ഒരു പക്ഷേ തൂക്കി നോക്കുമ്പോൾ ചിലപ്പോൾ കൂടുതലായിരിക്കും. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഗതാഗതക്കുരുക്ക്, അത് കേരളത്തിൻ്റെ ഒരു ശാപമാണ്. കാരണം എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞാൽ ഒരു വാല് പോലെയാണല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. നമുക്ക് എപ്പോഴും തോന്നും കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് സ്ഥലം കൂടി അവർ തന്നെങ്കിൽ എന്ന് തോന്നും. ഇതിനെങ്ങനെ ഇടുക്കിയിട്ട് കടലിലേക്ക് ഇങ്ങോട്ട് ചാടിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആയിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങളാണെങ്കിൽ ജനസാന്ദ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഗതാഗത മാർഗ്ഗങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അങ്ങാടികൾ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കേരളക്കാരൻ്റെ മലയാളിയുടെ സമയം, നല്ലൊരു സമയം പോകുന്നത് റോട്ടിലാണ്. അപ്പോൾ ഗതാഗതക്കുരുക്ക് ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ സാമ്പത്തിക ബാധ്യത ഇതിൻ്റെ പേരിൽ വലിയ തോതിൽ വരുന്നുണ്ട്. അതുപോലെ വർഗീയ രാഷ്ട്രീയ ചേരിതിരിവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ പൊതുജനങ്ങൾക്ക് ഒട്ടനവധി പ്രയാസങ്ങൾ, ഇതൊക്കെ ഈ ഇതുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഗതാഗതക്കുരുക്കിൻ്റെ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ 2025 റിപ്പോർട്ട് പ്രകാരം കൊച്ചി നമ്മുടെ ലോകത്ത് തന്നെ ഗതാഗതക്കുരുക്കുള്ള പട്ടണങ്ങളിൽ, സിറ്റികളിൽ 50ാമത്തെ സ്ഥാനത്താണെന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം അവിടെ ഗതാഗതക്കുരുക്കുണ്ട്. ഡൽഹിൻ്റെ കാര്യം പറയേണ്ടതില്ല. പിന്നെ അതേപോലെ ഇപ്പോൾ ഏകദേശം 10 കിലോമീറ്റർ യാത്രക്ക് മിനിമം സാധാരണഗതിയിൽ തന്നെ എന്ത് വേണം, അരമണിക്കൂറെങ്കിലും വേണമെന്നാണ് അവിടുത്തെ ഒരു കണക്ക് പറയുന്നത്. തിരക്കുള്ള സമയങ്ങളിൽ മാത്രം ഒരാൾക്ക് വർഷത്തിൽ ശരാശരി 88 മണിക്കൂർ റോട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ വർഷത്തിൽ 31,644 ലക്ഷം രൂപ ഇതിൻ്റെ പേരിൽ സാമ്പത്തിക നഷ്ടം, ഈ ഗതാഗതക്കുരുക്കിൻ്റെ പേരിൽ സാമ്പത്തിക നഷ്ടം വിവിധ തുറകളിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കോഴിക്കോട് മാവൂർ റോട്ടിലാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 6-7 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ഏകദേശം അരമണിക്കൂറിലധികം സമയം വേണ്ട സന്ദർഭങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇപ്പോൾ 2024 48,919 അപകടങ്ങളിൽ 3,774 പേര് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ മരണപ്പെട്ട അപകടങ്ങളിൽ കുറേ കാരണങ്ങൾ, ഒരു കാരണം ഈ ഗതാഗതക്കുരുക്കും അതിൽ പല സന്ദർഭങ്ങളുള്ള പ്രശ്നങ്ങളും, അതുപോലെ തന്നെ ഈ ആംബുലൻസ് മുടങ്ങിയതും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പേരിലുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നാളെ ഒരു കുട്ടി ഗതാഗതക്കുരുക്ക് പോയിട്ട് കണ്ണൂർ ജില്ലയിൽ ആംബുലൻസിൽ വെച്ചിട്ട് ചികിത്സ കിട്ടാതെ 1.5 മണിക്കൂർ അവിടെ കുടുങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ധന നഷ്ടം ഉണ്ടാകുന്നുണ്ട്, മാനസിക സംഘർഷം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ മലിനീകരണത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. ഇപ്പോൾ ശരിക്കും ഞാൻ പറയുന്നത് വെച്ചാൽ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഈ യാത്ര ഒരു പുനഃപരിശോധന നടത്താനുള്ള സമയം ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു ഡെസിഗ്നേറ്റഡ് പ്രൊട്ടസ്റ്റ് സോൺ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക സോൺ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടി നീക്കി വെക്കുന്നുണ്ട്. അതായത് അവർ അതിന് ഡിസൈൻ ചെയ്ത് വെക്കുകയാണ്. അതായത് ഒരു പ്രത്യേക സ്ഥലം അവിടെ എന്തുണ്ടാവില്ല, അവിടെ ഗ്യാദർ ചെയ്യാം, അവിടെ ആൾക്കാർക്ക് കൂടാം. അപ്പോൾ അങ്ങനത്തെ സ്ഥലമാകുമ്പോൾ അവിടെ കൂടാം. അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ പോകും. ഇപ്പോൾ ലണ്ടനിലെ ഹൈഡ് പാർക്ക് അതിനൊരു ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ പെറ്റീഷൻ, അതിപ്പോൾ പൊതുജനങ്ങളുടെ ഒരു വികാരം, ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകൾ ഓൺലൈനിൽ ഒരു പരാതി ഒപ്പിട്ട് കൊടുത്താൽ അത് നിർബന്ധമായിട്ടും പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് എടുത്തിരിക്കണം എന്നാണ് നിയമം, UK നിയമമാണ്. അത് അപ്പോൾ എന്താണ്, ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ജനങ്ങളുടെ ഇത് കൊണ്ടുവന്നാൽ ഐഡിയ ഉണ്ടാവും, ഉത്തരവാദിത്വം ഉണ്ടാവും. അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, എടുത്തിരിക്കണം എന്നാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഗതികളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
പോകേണ്ടതുണ്ട്. എന്നാൽ ഈ ഒട്ടും സമ്മേളനങ്ങളും കാര്യങ്ങളും സംഘടനകളുടെ ഇതൊന്നും വേണ്ട എന്ന അഭിപ്രായം നമുക്കില്ല. അത് വേറെ തന്നെ ഇത് എത്ര ഡിജിറ്റലായി നമ്മൾ ചെയ്താലും അത് വേണ്ടി വരും. പക്ഷേ ആ നടത്തുന്ന കാര്യങ്ങൾ പരമാവധി ഗതാഗതക്കുരുക്കില്ലാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ സമ്മേളനങ്ങൾ നടത്താറുണ്ട്. പിന്നെ പക്ഷേ അതിലൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കൽ എന്താണെന്ന് വെച്ചാൽ ഈ ഗതാഗതക്കുരുക്ക് ഇല്ലാതിരിക്കാനുള്ള സംവിധാനത്തിലാണ് കൂടുതൽ ആസൂത്രണങ്ങളും ആലോചനകളും നമ്മൾ നടത്താറുള്ളത്. പൊതുവെ ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കും, ട്രാഫിക്കിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പരമാവധി സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. പിന്നെ മതസംഘടനകൾ കൂടി ഈ രംഗത്തേക്ക് ഈ വഴിയിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ശ്വാസം മുട്ടുന്നു എന്നുള്ളത് എന്ത് ചെയ്യേണ്ടതുണ്ട്. കേരള യാത്ര പൊതുവെ രാഷ്ട്രീയ പാർട്ടികളാണ് നടത്താറുള്ളത്. പക്ഷേ ഈയിടെയായിട്ട് കുറച്ച് എന്തുണ്ട്, മതസംഘടനകളും പിന്നെ ഒരു കേരള യാത്ര എന്നുള്ള സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ 1987 പിന്നെ മുജാഹിദ് സംസ്ഥാന സമ്മേളനം കുറ്റിപ്പുറത്ത് നടന്നിട്ടുണ്ട്. 1987 വർഷം ഓർക്കണം. ഇത്ര കേരളത്തിൽ അന്ന് ശ്വാസം മുട്ടില്ല. പക്ഷെ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആ സമ്മേളനത്തിൽ ഏകദേശം ഒരു 10ലധികം പ്രമേയങ്ങൾ എടുത്തിട്ടുണ്ട്. ആ പ്രമേയങ്ങൾ ഓരോന്നും ഇന്ന് പ്രസക്തമാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു പ്രമേയമായിരുന്നു ഈ മതഘോഷയാത്രകൾ ഒഴിവാക്കണം, നിയമം മൂലം തന്നെ എന്ത് ചെയ്യണം. അതായത് മതം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഈ ഘോഷയാത്രാ സ്വഭാവത്തിൽ തെരുവുകളിലേക്ക് വരികയും എന്നിട്ട് അതൊരു ശക്തി പ്രകടനമായി വരികയും അത് മറ്റു മതവിഭാഗങ്ങൾക്കിടയിൽ ഇവരുടെ ശക്തി പ്രകടനം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പ്രയാസത്തിലേക്ക് പോവുകയും അതൊരു വർഗീയതയ്ക്കും ധ്രുവീകരണത്തിലേക്കും പോവുകയും ചെയ്യുന്ന സ്വഭാവം നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം എന്നൊരു പ്രമേയം എടുത്തിരുന്നു. അതൊക്കെ വളരെ പ്രസക്തമാണ്, ഇപ്പോഴും എന്താണ് വളരെ പ്രസക്തമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ യാത്രകളും സംഗതികളൊക്കെ മതരംഗത്തേക്ക് കൂടി കടന്നു വരുന്നു എന്നുള്ളത് അത്തരം ആളുകൾ കൂടി എന്ത് ചെയ്യണം, അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ഈ വിഷയത്തോടൊപ്പം തന്നെ ചേർത്തൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ കേരള യാത്രകളുടെ ദോഷം പറഞ്ഞു, അതോടൊപ്പം തന്നെ ഈ കേരള യാത്ര മുന്നോട്ട് വെക്കുന്ന ഒരു വിഭാഗം AP വിഭാഗത്തിൻ്റെ ഒരു പണ്ഡിതൻ, ഒരു മുതിർന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നൽകിയ അഭിമുഖം നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതിൽ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, ചാനലിലെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മനുഷ്യർക്കൊപ്പം എന്നാണല്ലോ ക്യാപ്ഷൻ വെച്ചിട്ടുള്ളത്, പക്ഷേ എന്നാൽ അതിൽ മുജാഹിദുകളും ജമാഅത്തുകാരൊക്കെ പെടുമോ ആ ക്യാപ്ഷനിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം കൊടുക്കുന്ന മറുപടിയാണ് രസകരം. ഞങ്ങളെ മുസ്ലിങ്ങളായി പരിഗണിക്കാത്തവരാണ് ഇവർ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെയാണ് നമ്മൾ കൂടെ കൂട്ടുക എന്നൊക്കെയാണ് തിരിച്ച് ഉത്തരമായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ആ മനുഷ്യർക്കൊപ്പം എന്നുള്ള ക്യാപ്ഷൻ നമ്മളെങ്ങനെ വായിക്കണം എന്നുള്ളതാണ്. അല്ല, ഇതിലൊരു വിരോധാഭാസം ഉണ്ടല്ലോ. അതായത് സമാധാനത്തിനും പിന്നെ സൗഹാർദ്ദത്തിനും മനുഷ്യർക്കൊപ്പം എന്നൊക്കെ പറഞ്ഞൊരു സംഗതി നടത്തുകയും എന്നിട്ട് ഇവിടുത്തെ മുജാഹിദുകൾ ജമാഅത്തുകാർ അവർ മനുഷ്യരല്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു ആഖ്യാനം അത് വളഞ്ഞ വഴിയിൽ പറഞ്ഞു. പക്ഷെ അവസാനം എത്തിച്ചേരുന്നത് തന്നെയാണ്. കാരണം അവരോട് സലാം പറയാൻ പാടില്ല, അവരെ പിന്നെ തൊട്ട് കഴിഞ്ഞാൽ എന്താണ് കൈയടക്കം കഴുകണം എന്നുള്ള രൂപത്തിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പല ആഖ്യാനങ്ങളും പ്രസംഗങ്ങളൊക്കെ പോകുന്നുണ്ട്. ഒരു വല്ലാത്ത പൊതുബോധം ഇവിടുത്തെ മുജാഹിദുകളെ പറ്റി അവർ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അവർ പോത്തിനെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിട്ടും പൂരുക ചെയ്യുക, അല്ലാതെ അവിടെ പ്രാർത്ഥന ഇല്ലാതെ ഇവർക്ക് അങ്ങനെ കണ്ടാൽ തന്നെ അവരോട് സലാം പറയാനും മിണ്ടാനും പറ്റാത്ത വിധികളാണ്. ഇങ്ങനെ അത്രക്ക് മോശമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സംസാരിച്ച് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ കേരളത്തിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ആ ഒരു ചൂടും ചൂരും ഇപ്പോൾ കാണുന്നില്ല. ഇപ്പം അദ്ദേഹം നേരെ തിരിച്ചിടുകയാണ്. എന്താ പറയുന്നത്, അതായത് മുജാഹിദുകൾ ഞങ്ങളെപ്പറ്റി എന്ത് ചെയ്യുന്നു, ഞങ്ങൾ പിന്നെ മുസ്ലിങ്ങളല്ല, ഞങ്ങൾ പിന്നെ ഷിർക്ക് പിന്നെ കാഫറാണ് എന്നൊക്കെയുള്ള രൂപത്തിലാണ് ആ കുഫറും ഇതൊക്കെ ആരോപിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവരോട് എന്ത് ചെയ്യണില്ല, ഈ ഒരു സമീപനം സ്വീകരിക്കണില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ആക്ഷേപം ഇങ്ങോട്ട് കിട്ടുന്നത്. യഥാർത്ഥത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നയാൾ കാഫിറാണെന്നോ, ഇന്നയാൾ മുനാഫിക്കാണെന്നോ, ഇന്നയാൾ കള്ളനാണെന്നോ, ഇന്നയാൾ ഫാസിക്കാണെന്നോ യഥാർത്ഥത്തിൽ പിന്നെ പേരെടുത്ത് പറഞ്ഞ ഒരു ആ നിലക്ക് സംസാരിക്കുക എന്നുള്ളത് മുജാഹിദുകൾ ചെയ്യില്ല. കാരണം മതം അനുവദിക്കുന്ന കാര്യമല്ല. എന്നാൽ ഒരാളിൽ ഷിർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രവർത്തനം ഇത് ഷിർക്കാണ്, ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ നരകത്തിലാണ്, അതിലേക്ക് പോകാൻ പാടില്ല എന്ന് വളരെ ഗുണകാംക്ഷയോട് കൂടി എന്ത് ചെയ്യും മുജാഹിദുകൾ പറയും. പക്ഷെ അത് പറയുമ്പോൾ ആളുകൾക്കത് മനസ്സിലാവും, സാധാരണക്കാർക്ക് മനസ്സിലായി. ഒട്ടനവധി ആളുകൾ ഈ തൗഹീദിൻ്റെ വഴിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വരവിനെ തടഞ്ഞു നിർത്താൻ ഒരു വൈകാരികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എന്ത്, അവർ നമ്മളെ കാഫറാക്കുന്ന ആൾക്കാരാണ്, മോശക്കാരാക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ അവരോട് സലാം പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അവരെ പരിപാടി കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യാണ്, ശരിക്ക് ഒരു മതിൽ സൃഷ്ടിക്കുകയാണ്.
അത് കേൾക്കാതിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല. ഇപ്പോൾ ഈ ഓൺലൈനും സൗകര്യവും സംവിധാനമൊക്കെ വന്നതോടുകൂടി ആരെ തടഞ്ഞാലും അതൊന്നും ആർക്കും നിർത്താൻ കഴിയില്ല. എല്ലാവർക്കും അങ്ങോട്ടും കൊണ്ട് കേൾക്കുന്നുണ്ട്. അത് കേട്ട ആൾക്കാർ സത്യം മനസ്സിലാക്കിയാണ് ഇഷ്ടംപോലെ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രൂപമാണെന്ത്, ഇത് വീണ്ടും വീണ്ടും ഈ ഒരു മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന സമയത്ത് പോലും മുജാഹിദുകളെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു വ്യാഖ്യാനം പറഞ്ഞ് ആ പഴയ നിലപാട് തന്നെ ഒന്ന് വെളുപ്പിച്ച് പറയാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത് വളരെ ഖേദകരമാണ്. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ എഴുത്തുകാരൻ സക്കറിയ ഉണ്ടല്ലോ, ഈ സക്കറിയൻ്റെ പിന്നെ ഒരു ചെറുകഥ ഉണ്ട്. ആ ചെറുകഥ എന്താ വെച്ചാൽ വിപ്പിംഗ് ബോയ് എന്നാണ് എൻ്റെ പേര്. അത് വിപ്പിംഗ് ബോയ് എന്ന് പറഞ്ഞാൽ കഥൻ്റെ ചുരുക്കതാണ്. ഈ രാജകുമാരൻ തെറ്റ് ചെയ്താൽ രാജകുമാരനെ നേരിട്ട് ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാജകുമാരനെ ശിക്ഷിക്കണതിന് പകരം എന്ത് ചെയ്യുക, അതിന് കുട്ടികളെ കൊണ്ടുവരും. എന്നിട്ട് ആ കുട്ടികളെ ശിക്ഷിക്കും. ആ കുട്ടികളെ ശിക്ഷിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, രാജകുമാരനെ ശിക്ഷിച്ചു എന്നാണ്. അതപ്പോൾ അതാണ് വിപ്പിംഗ് ബോയ് എന്ന് പറയാം. ആ വിപ്പിംഗ് ബോയിൻ്റെ പണിയാണ് ശരിക്കും മുജാഹിദീകളെ വെച്ചുകൊണ്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു യാത്ര മാത്രമല്ല, ഇപ്പോൾ ജിഫ്രി തങ്ങളൊരു യാത്ര നടത്തി, രണ്ട് കൂട്ടരും അങ്ങോട്ടും കൂടി യാത്ര നടത്തി. ആ യാത്രയിൽ യഥാർത്ഥത്തിൽ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് രണ്ട് കൂട്ടരും അതിൽ ഈ യാത്ര നടത്തുന്നതിൻ്റെ ഒരു കാരണം. മറ്റൊരു കാരണം പൊളിറ്റിക്കൽ പിന്നെ ഒരു പ്രിവിലേജ് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള നിലക്കുള്ള ഒരു സമീപനമാണ്. അത് ശക്തി കാണിക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് കൂട്ടർ അവർ ആഭ്യന്തര പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ മുജാഹിദുകളെ പിന്നെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾ ആരാണ്, ഞങ്ങൾ ആദർശവാദികൾ ആരാണ് എന്ന്. അപ്പോൾ അതിനൊരു വിപ്പിംഗ് ബോയ് വേണം. അവർക്കിടയിലുള്ള വിഷയങ്ങളിൽ രക്ഷപ്പെടാനൊരു വിപ്പിംഗ് ബോയ് വേണം. ആ വിപ്പിംഗ് ബോയ് ആയിട്ട് ആരുപയോഗിക്കുന്നു, മുജാഹിദികളെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജിഫ്രി തങ്ങൾ പറഞ്ഞു എനിക്ക് മുജാഹിദികൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും, അദ്ദേഹം ആ രീതിയിലൊന്നും സംസാരിച്ചു. അപ്പോൾ ഇവരെ അത് വിഷയാക്കിയിട്ടുണ്ട്. ഇവരെ പ്രഭാഷകർ അതുപോലെ പ്രഭാഷണങ്ങൾ വിഷയാക്കിയിട്ട് അവരെക്കാളും ഞങ്ങളാണ് മുജാഹിദികളെ വിമർശിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യർക്കൊപ്പം എന്നൊരു ഭാഗത്ത് പറയുകയും ചെയ്യുക, എന്നിട്ട് ഈ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുക. അതൊക്കെ സംഭവം എന്താ വെച്ചാൽ ഇവർ മുജാഹിദീങ്ങൾക്ക് എതിരെ അല്ലത് സംഘടിപ്പിക്കുന്നത്. അതൊരു ആഭ്യന്തര വിഷയം. നമ്മൾ അവരുടെ ആഭ്യന്തര വിഷയം കീറി മുറിക്കാൻ പോകാറില്ല, അത് നമ്മുടെ നയമല്ല. പക്ഷേ ഈ രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അതിൻ്റെ വസ്തുത ജനങ്ങളോട് പറഞ്ഞു പോവുക എന്നുള്ളത് നമുക്ക് ആവശ്യം. യെസ്, ഈ കേരള യാത്രയിലൂടെ ഇവർ പുറത്ത് കാണിക്കുന്നതും പറയുന്നതും ഒക്കെയായ കാര്യങ്ങൾക്കുള്ളിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കരുതുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ല, ഒന്നാമതായിട്ട് നമുക്കറിയാം ഇത് സമസ്തയുടെ 100 വർഷത്തെ പാരമ്പര്യത്തിൻ്റെ ആർക്കുള്ളതാണ് എന്ന് തെളിയിക്കാനുള്ള ക്ഷമനത്തുണ്ട്. പിന്നെ വെച്ചാൽ എപ്പോഴും താൻ കേരളത്തിലൊരു രാഷ്ട്രീയ സ്വാധീന ശക്തിയാണ് എന്ന് ഇവിടെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ തെളിയിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ കാന്തപുരം ആണ്. അത് മുൻകാലത്തും ഇതുപോലെയുള്ള വളരെ കൃത്യമായ സന്ദർഭങ്ങളിൽ സമാനമായ യാത്രകളോ അല്ലെങ്കിൽ ക്യാമ്പയിനുകളൊക്കെ അവർ പ്രഖ്യാപിച്ച് നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അതിനകത്തൊന്നും ഇപ്പോൾ ഈ പുള്ളി എന്താണ് പോയിട്ടില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ നാളിതുവരെ എന്തൊരു രാഷ്ട്രീയ ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചതെന്ന് നോക്കിയാൽ വളരെ സിമ്പിളാണ്. അദ്ദേഹം ഒരു കൃത്യമായ ചില താല്പര്യങ്ങളുണ്ടാവും. ഈ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവിടെ നിൽക്കണം എന്നുള്ളത് തീരുമാനിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾക്ക് വ്യക്തിപരമായിട്ട് എപ്പോഴുള്ള എന്താണ്, മതപരമായി എത്രമാത്രം ആത്മാർത്ഥത അദ്ദേഹം കാണിക്കുന്നു അത്രമാത്രമേ രാഷ്ട്രീയത്തിലും ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ, അത്രമാത്രമേ രാഷ്ട്രത്തോടും ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. അത് നമ്മൾ പലപ്പോഴും തുറന്നു പറയേണ്ടതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം നടന്നതെന്ന് വെച്ചാൽ ഈ നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ സാമാന്യേന ഒരു യോജിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ യോജിപ്പിൽ ഒന്നുകിൽ അതിൻ്റെ കൂടെ നിൽക്കണം, അതല്ലെങ്കിൽ കൂടെ നിൽക്കുന്നുവെന്ന് തോന്നിയിട്ട് തങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണം. ഇവിടെ ഒരു ചെറിയ ക്രൈസിസ് അവരെ സംബന്ധിച്ചോളം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ UDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ തങ്ങൾ കൂടെ പിന്തുണച്ചുകൊണ്ടാണ് UDF അധികാരത്തിൽ വന്നതെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അത് പലപ്പോഴും നമുക്കറിയാം, ഞങ്ങൾ വോട്ട് ചെയ്തിട്ടാണെന്നൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ ഇത് പറയാതെ പറയിപ്പിക്കണമെങ്കിൽ തങ്ങളൊരു സ്വാധീന ശക്തിയാണ് എന്നുള്ളത് ആദ്യം വരുത്തണം. പക്ഷേ ഇവിടെ എന്തിനു വേണ്ടിയാണ്? ഒന്നാമതായത് തങ്ങളൊരു പ്രാധാന്യം നഷ്ടപ്പെടാതിരിക്കാൻ. ഉള്ളിൽ നിന്ന് തന്നെയുള്ള ധാരാളം പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അവരിൽ നിന്ന് വിട്ടുപോയവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ട്. ഇതിനെല്ലാം പ്രതിരോധിക്കണം. ഒപ്പം ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നിരുന്നവരാണവർ. ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വാധീനശേഷി നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ തങ്ങൾക്ക് തങ്ങളുടേതായൊരു ഇടം എങ്ങനെയെങ്കിലും കിട്ടണം. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇല്ലാത്തൊരു സെക്യുലർ ഐഡൻറ്റിറ്റി അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അതിലൊന്ന് വെച്ചാൽ മുജാഹിദുകളും ജമാഅത്തുകളും
ഒരു അമുസ്ലിമും ഇലക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ മുസ്ലിമിന് വോട്ട് ചെയ്യും എന്നൊന്നും പരസ്യമായിട്ട് പറയേണ്ട ഒരു ആവശ്യത്തില്ലല്ലോ. അതെന്താ വെച്ചാൽ ഞങ്ങൾ അൾട്രാ സെക്കുലറാണെന്ന് ചെയ്യാൻ. ഇതുപോലെ തന്നെ ഇപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള വാദങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഖലീൽ ബുഖാരി തങ്ങൾ മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ തങ്ങളുടെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് അതീവ സെക്യുലറാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്നുള്ളതാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ അവർ ഭിന്നിപ്പാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്, യോജിപ്പിനുള്ള ശ്രമം അല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ കാന്തപുരം നിത്യപ്രസക്തനാണെന്ന് തെളിയിക്കാനുള്ള ഒരു വഴി തൻ്റെ മകനെ അരിയിട്ട് വാഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. കാരണം സ്റ്റേജുകളിലൊക്കെ നമുക്ക് നോക്കിയറിയാം, ക്യാമറ പോലും ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ അതൊരു ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണെന്ന്. പിന്നെ UDF കുറച്ചൊക്കെ സമ്മർദ്ദത്തിലാക്കാൻ ഉള്ള ശ്രമം അതിനകത്തുണ്ട്. കൃത്യമായി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് LDF സഹായിക്കാനുള്ള ജാഥകളാണെന്നാണ്. കാരണം അങ്ങനെ മാത്രമേ ഇതിനകത്തൊരു സന്ദേശം കൊടുക്കേണ്ടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മെല്ലെ മെല്ലെ ഒരു ചേഞ്ച് ഫാക്ടറിലേക്ക് കേരളം പോവുകയാണെങ്കിൽ ആ സമയത്ത് അത് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായൊരു പോക്കായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഒപ്പം എന്താ വെച്ചാൽ ധാരാളം പേര് പുകഴ്ത്തുന്നുണ്ട്. ഈ പുകഴ്ത്തലൊക്കെ നല്ല റീലാക്കാം, ഷോർട്സ് ആക്കാം, അതൊക്കെ എന്ത് ചെയ്യാം, സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കാം. താൻ ആഗ്രഹിക്കുന്ന ആ ഒരു കിരീടം തൻ്റെ തലയിൽ നിന്ന് പോകാതെ സംരക്ഷിച്ച് നിർത്താം. ഇതൊക്കെ തന്നെയുള്ളൂ ഇതിൻ്റെ പിറകിലുള്ളത്.